بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، باب من الشرك لبس الحلقة والخيط ونحوهما എന്ന കിതാബ് തൗഹീദിലെ അധ്യായമാണ് നമ്മൾ വായിച്ചു വരുന്നത്. ബാബു മിന ശിർകി ലുബ്സുൽ ഹൽഖത്തി വൽ ഖൈത്തി വനഹ്വിഹിമാ ലിറഫഇൽ ബലാഇ ഔ ദഫഇഹി. അതായത് ഷിർക്കിൽപ്പെട്ടതാണ്, ഷിർക്കാകുന്ന കാര്യമാണ് ഉറുക്ക്, ഏലസ് പോലുള്ളവ ധരിക്കുക. ലിറഫഇൽ ബലാ, ആപത്തുകൾ നീങ്ങാനോ ഔ ദഫഇ, അല്ലെങ്കിൽ ആപത്തുകൾ വരുന്നതിന് മുമ്പ് അത് തടുക്കാനോ. കാരണം അത് അള്ളാഹു അല്ലാത്തവരിൽ അവലംബിക്കലാണ്. ദുർറ് നീങ്ങാൻ, അപകടം പോകാൻ, അല്ലെങ്കിൽ ഉപകാരം കിട്ടാൻ അള്ളാഹുവിലാണ് ഏതൊരാളും അവന്റെ ഖൽബ് അർപ്പിക്കേണ്ടത്. അവന്റെ ഖൽബ് തേടേണ്ടത് അള്ളാഹുവിനോടാണ്. അള്ളാഹു അല്ലാത്തവരുമായി അവന് തഅല്ലുഖ് പാടില്ല, അവന്റെ ഖൽബിന് തഅല്ലുഖ് പാടില്ല. അവന്റെ അവലംബം അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമായിരിക്കണം. അതുകൊണ്ടാണ് ഔലിയാക്കൾ, അംബിയാക്കൾ, സാലിഹുകൾ തുടങ്ങിയ ആളുകളെ ഈ കാര്യത്തിനു വേണ്ടി, അഥവാ ഉപകാരം ഉണ്ടാകാൻ, ഉപദ്രവം തടുക്കുവാൻ വേണ്ടി അവരാശ്രയിക്കുന്നവരെ വിമർശിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ള ആയത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏത് വിഷയത്തിൽ? ഉറുക്കുമേലസും ധരിക്കുക. കാരണം അതിന്റെ ഒരു വശമാണിത്. പൂർണ്ണ അർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിലും അതിന്റെ ഭാഗം തന്നെയാണ്. അത് ശിർക്കുൻ അക്ബറാണ്, ഇത് ശിർക്കുൻ അസ്ഗറാണ്. അതുകൊണ്ടാണ് സൂറത്തു സുമറിലെ ആയത്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ അധ്യായത്തിൽ ആദ്യം തന്നെ എടുത്തു കൊടുത്തിട്ടുള്ളത്. ആ ആയത്ത് ആരെങ്കിലും ഹിഫ്ളാക്കിയതുണ്ടെങ്കിൽ ഒന്ന് ഓതിയാൽ നന്നായിരിക്കും. എപ്പോഴും ഓതാത്ത ആളുകൾ ഓതിയാൽ കൂടുതൽ നന്നായിരിക്കും. അതില്ലേ അലൈസ മിൻകും റജുലുർ റഷീദ്. الله سبحانه وتعالى برنو ولئن سألتهم من خلق السماوات والأرض ليقولن الله قل أفرأيتم ما تدعون من دون الله إن أرادني الله بضر هل هن كاشفات ضره أو أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل المتوكلون. ابن كثير رحمه الله ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, അവസാനം അള്ളാഹു പറഞ്ഞല്ലോ എന്താണ്? ഖുൽ ഹസ്ബി അല്ലാഹ്, നീ പറയുക ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. ലാ തസ്തതിഉ ശൈഅൻ മിനൽ അംരി, നിനക്ക് ഒന്നും തന്നെ സാധിക്കുകയില്ല അള്ളാഹുവിന്റെ ആശ്രയമില്ലാതെ. ഖുൽ ഹസ്ബി അല്ലാഹ്, നീ പറയുക എനിക്ക് അല്ലാഹു മതി. ഐ അല്ലാഹു കാഫി മൻ തവക്കല അലൈഹി, ആരാണോ അള്ളാഹുൽ തവക്കുലാക്കിയത് അവൻ അല്ലാഹു മതി. അള്ളാഹു തന്നെ പറഞ്ഞില്ല വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, അള്ളാഹുൽ തവക്കുലാക്കിയവന് അള്ളാഹു മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് അൽ മുതവക്കിൽ എന്ന് സഹാബിമാര് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹ് പേര് വിളിച്ചു, വസമ്മാഹു അൽ മുതവക്കിൽ. സഹീഹുൽ ബുഖാരിയിൽ കാണാം റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്ത പേരാണ് അൽ മുതവക്കിൽ. എന്താണ് മുതവക്കിൽ? തവക്കുലാക്കുന്ന ആൾ, അള്ളാഹുവിൽ പരമേൽപ്പിക്കുക. ഇത് മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആശ്വാസമാണ്. അള്ളാഹുവൻ തവക്കുലാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിധിയിൽ അവൻ റാദിൻ, തൃപ്തിയുള്ളവനാണ്. അള്ളാഹുവിന്റെ വിധിയിൽ അവന് തൃപ്തിയുണ്ട്. അള്ളാഹുവിന്റെ വിധിയോട് അവൻ സഹത്ത് കാണിക്കുകയില്ല, അവൻ അതിനോട് വെറുപ്പ് കാണിക്കുകയില്ല. അവന് പ്രയാസമുണ്ടായാൽ അള്ളാഹുവിനോട് അവൻ ദുആ ചെയ്യും, പ്രയാസം നീക്കിത്തരാൻ. അവനൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിനാണ് അവൻ തവക്കുലാക്കുന്നത്. അത്
അവന് ഖൈറായി തീർന്നാലും ഷർറായി തീർന്നാലും, താൽക്കാലികമായി അവന് ഷർറായിരുന്നാലും ചിലപ്പോൾ അത് പിന്നീട് ഖൈറായിരിക്കും. അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും, അസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും. ഇങ്ങനെ സംഭവിക്കാം. നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം നമുക്ക് ഷർറാവാം, നമ്മൾ വെറുക്കുന്ന കാര്യം നമുക്ക് ഖൈറാവാം. അല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു അറിയുന്നത് നിങ്ങൾ അറിയുന്നില്ല. അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു അസാ അൻ തക്റഹു ശൈഅൻ വയജഅൽ അല്ലാഹു ഫീഹി ഖൈറൻ കസീറ. ചിലപ്പോൾ നിങ്ങൾ ഒരു കാര്യം വെറുത്തേക്കും, പക്ഷെ അല്ലാഹു അതിൽ ഒരുപാട് ഖൈർ വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ടൊരു മുസ്ലിം അല്ലാഹുവിന്റെ വിധിയിൽ തൃപ്തി അടയുന്നവനാണ്, അല്ലാഹുവിൽ അവൻ തവക്കുലാക്കുന്നവനാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയുന്നത് എന്താ? ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് പറഞ്ഞാൽ അവനോട് പറയപ്പെടും ഖദ് കുഫീത വവുഖീത, നിനക്ക് കുഫീത് അല്ലാഹ് മതിയായിരിക്കുന്നു, വവുഖീത് നിനക്ക് കാവൽ നൽകപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ അവനോട് പറയപ്പെടും. മാത്രമല്ല പിശാചുക്കൾ അവരുടെ വഴിയിൽ നിന്ന് മാറി നിൽക്കും. എന്നിട്ട് അവർ പരസ്പരം പറയും, ഇങ്ങനെയുള്ള ഒരുവനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കാനാണ്? അള്ളാഹു മതിയായ ഒരുത്തൻ, അള്ളാഹുവിന്റെ കാവൽ കിട്ടിയ ഒരുത്തൻ, അങ്ങനെയുള്ളവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കാനാണ്? ഇതാണ് ആ വാക്കിന്റെ ഫضل, തവക്കുൽ, അള്ളാഹുവിലുള്ള തവക്കുൽ. അങ്ങനെ തവക്കുലാക്കിയവൻ അള്ളാഹു മതി, മറ്റൊരാളെയും അവൻ ആവശ്യമില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന് മതിയായവനാണ്. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. മാത്രമല്ല ഖുൽ ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു മാത്രം മതി എന്നാണ്. എനിക്ക് അള്ളാഹു മതി എന്ന് മാത്രമല്ല, എനിക്ക് അള്ളാഹു മാത്രം മതി. അള്ളാഹു ഹസ്ബി എന്ന് പറഞ്ഞാൽ എനിക്ക് അള്ളാഹ് മതി എന്നാണ്. അതേസമയം ഹസ്ബി അള്ളാഹ് എന്ന് പറഞ്ഞാലോ എനിക്ക് അള്ളാഹു മാത്രം മതി എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ അള്ളാഹു പറഞ്ഞു അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹ, അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹ. അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ. വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് പറഞ്ഞിട്ട് അവർ നിന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് പറഞ്ഞിട്ട് അവർ നിന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു. വമയുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്, അള്ളാഹു ദലാലത്തിലാക്കിയവരെ ഹിദായത്തിലാക്കാൻ ആരുമില്ല. വലഇൻ സഅൽതഹും മൻ ഖലഖ അസ്സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ്. പിന്നീടാണ് അള്ളാഹു ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഖുൽ ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞതിൽ മാത്രം എന്ന അർത്ഥമുണ്ട്. ബാക്കി എന്താ? അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. അലൈഹി ആദ്യം പറഞ്ഞു, അവിടെയും ഈ അർത്ഥം കിട്ടും. അവനിൽ മാത്രമാണ് യതവക്കലു തവക്കുലാക്കുന്നത്. അൽ മുതവക്കിലൂൻ, തവക്കുലാക്കുന്നവർ. അതാരുടെ സ്വഭാവമാണ്? മുഅ്മിനുകളുടെ സ്വഭാവമാണ്. കാഫിറുകൾ തവക്കുലാക്കുകയില്ല. അവര് പറയും ഞാനത് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, അപ്പൊ ഇങ്ങനെ നടക്കും എന്നൊക്കെ പറയും. ഇൻഷാ അല്ലാഹ് എന്ന് പറയോ? ഇല്ല. മുസ്ലിമിന്റെ എത്ര നല്ല വാക്കാണ് ഇൻഷാ അല്ലാഹ്. അവന്റെ അടയാളമാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന വാക്ക്. കാരണം അവൻ എത്ര ഖുവ്വത്തുള്ളവനാണെങ്കിലും, എത്ര പണമുള്ളവനാണെങ്കിലും, കഴിവുള്ളവനാണെങ്കിലും, എന്തൊക്കെ സാധ്യതകൾ അവന്റെ മുന്നിലുണ്ടെങ്കിലും, തൗഫീഖ്, റബ്ബിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് മുസ്ലിം പറയുന്നത് അതുകൊണ്ടാണ്. ഇബ്നു കസീർ പറയുന്നു, കമാ ഖാല ഹൂദുൻ അലൈഹിസ്സലാം ഹീന ഖാല ലഹു ഖൗമുഹു. ഇദാ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, അല്ല പല നബിമാരും ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഹൂദ് നബിയോട് ഖൗമ് പറഞ്ഞു. അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്ത് ഹൂദിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? വമാ ബികും മിൻ നിഅമത്തിൻ യഖൂലൂന മാ നظുന്നു. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖൗമ് പറഞ്ഞതായി അല്ലാഹു പറയുകയാണ് സൂറത്ത് ഹൂദിൽ, ഇൻ നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹതിനാ, ഇൻ നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹതിനാ. ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് എന്തേ പറയാനുള്ളൂ? നമ്മുടെ ദൈവങ്ങളിൽ ആരുടേതോ കുരുത്തക്കേട് നിനക്ക് തട്ടിയിട്ടുണ്ട്. അവരുടെ കുരുത്തക്കേട് കൊണ്ട് നിനക്ക് ഭ്രാന്തായിട്ടുണ്ട്, ശൈത്താൻ ബാധിച്ചിട്ടുണ്ട് എന്നവർ പറഞ്ഞു. അപ്പൊ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുകയാണ്, ഖാല ഇന്നി ഉശ്ഹിദുല്ലാഹ്, ഞാനത് അള്ളാഹുവിനെ സാക്ഷിയാക്കുന്നു,
വഷ്ഹദു നിങ്ങളും സാക്ഷിയായിക്കോളൂ അന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ നിങ്ങൾ പങ്കുചേർക്കുന്ന എല്ലാത്തിൽ നിന്നും ഞാൻ ഒഴിവാണ്. അവരിൽ ഒരാളുമായും എനിക്ക് ബന്ധമില്ല. മിൻ ദൂനിഹി അള്ളാഹുവിന് പുറമെ ഉള്ള നിങ്ങൾ ആരെയൊക്കെ ഇബാദത്ത് ചെയ്യുന്നുണ്ട് അവരിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാണ്. ഫഖീദൂനി ജമീഅ നിങ്ങളെല്ലാവരും കൂടിയിട്ട് എനിക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചോളൂ. സുമ്മ ലാ തുൻദിറൂൻ എനിക്ക് യാതൊരു സമയവും നിങ്ങൾ തരണ്ട, കുറച്ച് ഗ്യാപ്പുകൾ തരേണ്ടതില്ല. വലാ തുൻദിറൂൻ എനിക്കൊരു സമയവും തരണ്ട. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും നിങ്ങളുടെയും എന്റെയും റബ്ബായ ഖാലിഖായ മാലിക്കായ മുദബ്ബിറായ എല്ലാത്തിനെയും പടച്ച എല്ലാത്തിന്റെയും ഉടമസ്ഥനായ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹു ഞാൻ തവക്കലാക്കിയിരിക്കുന്നു. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ ഒരു ജന്തുവുമില്ല അതിന്റെ നാസിയത്ത് അള്ളാഹ് പിടിച്ചിട്ടല്ലാതെ. നാസിയത്ത് എന്ന് പറഞ്ഞാൽ തലയുടെ മുൻഭാഗം, അത് അള്ളാഹ് പിടിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ നിയന്ത്രണത്തിലാണ് എല്ലാവരും. നമുക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയിലുണ്ടല്ലോ, എന്താണ്? നാസിയതി ബിയദിക് റബ്ബേ എന്റെ നാസിയ നിന്റെ കയ്യിലാണ്. മാദിൻ ഫീ ഹുക്മുക എന്നിൽ കഴിഞ്ഞു പോയതൊക്കെ അല്ലാഹുവേ നിന്റെ ഹുക്മാണ്, നിന്റെ തീരുമാനം. അദ്ലുൻ ഫീ ഖദാഉക എന്റെ കാര്യത്തിൽ നീ വിധിച്ച കാര്യമൊക്കെ നീതിയാണ്, ഒരു അനീതി നീ എന്നോട് ചെയ്തിട്ടില്ല. എന്നിട്ടാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അള്ളാഹു എന്റെ ഖുർആൻ നീ എന്റെ ഖൽബിന്റെ റബീഅ, പൂക്കളൊക്കെ പൂക്കുന്ന വസന്തകാലത്തിനാണ് റബീഅ എന്ന് പറയുക. നമ്മൾ റബീഅ ആക്കണമേ. വനൂറ ഖൽബി എന്റെ ഖൽബിന്റെ പ്രകാശമാക്കണമേ. വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി എന്റെ ദുഃഖവും പ്രയാസവും ഒക്കെ നീക്കുന്നതാക്കണമേ. ഹമ്മെന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചോ ആലോചിച്ചിട്ടുള്ള ബേജാറാണ്. അങ്ങനെ ആകാനാണല്ലോ സാധ്യത എന്ന് വിചാരിച്ചിട്ടുള്ള വിഷമം. ഹുസ്ൻ എന്താ? കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചുള്ള വിഷമമാണ്. ഇതെല്ലാം അല്ലാഹുവേ ഖുർആൻ കൊണ്ട് നീ ഇതൊക്കെ നീക്കണമേ, ഇതൊക്കെ നീക്കി കളയുന്നതാക്കി ഖുർആനെ നീ എനിക്ക് ആക്കി തരണമേ. ആ ദുആയിലുണ്ട് നാസിയതി ബിയദിക് എന്റെ നാസിയ നിന്റെ കയ്യിലാണ്. അല്ലാഹു തീരുമാനിക്കുന്നതേ നടക്കുകയുള്ളൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ തീരുമാനിക്കും, അതേ നടക്കുകയുള്ളൂ. അപ്പൊ ഒരു ജന്തുവുമില്ല അള്ളാഹു അതിന്റെ നാസിയത്തിൽ പിടിച്ചിട്ടല്ലാതെ. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം എന്റെ റബ്ബ് നേരായ പാതയിലാണ്, അവൻ ഒരു തെറ്റും ചെയ്യുകയില്ല, ഒരബദ്ധവും അവന് സംഭവിക്കുകയില്ല, ഒന്നും മറന്നു പോവുകയില്ല. ഇതാര് പറഞ്ഞു? ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ഖൗമിനോട് പറഞ്ഞു. മുശ്രിക്കുകൾ എത്ര ആളുകൾ അവരങ്ങനെ പലതും പറഞ്ഞ് പേടിപ്പിക്കാറുണ്ടല്ലോ ആളുകളെ. ഇതാ പറയണ്ട, ഔലിയാക്കന്മാരെ പറഞ്ഞാൽ അങ്ങനെയാവും ഇങ്ങനെയാവും, എന്നെ എതിർത്താൽ അവരെ കൊല്ലുന്ന നന്ദി ഞാനാണ് എന്നൊക്കെ മുരീഷത്തിന്റെ പേരിൽ ഇവർ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്നതുപോലെ ഇവരെ കുറിച്ച്, ഇവരുടെ ആലിഹത്തിനെ കുറിച്ച് അവയെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്കെന്തെങ്കിലും പറ്റിപ്പോകും എന്ന ഭീഷണിയാണ്. അതിനോടാണ് ഹൂദ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പ്രതികരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ പ്രസിദ്ധമായ ഇബ്നു അബ്ബാസിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യാ ഗുലാം മോനെ ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെ. ഇഹ്ഫളില്ലാഹ് യഹ്ഫളുക, നീ അള്ളാഹിനെ സൂക്ഷിച്ചോ അള്ളാഹു നിന്നെ കാത്തുകൊള്ളും. ഇഹ്ഫളില്ലാഹ് നീ അള്ളാഹിനെ സൂക്ഷിച്ചോ തജിദുഹു തുജാഹക്, അള്ളാഹുവിനെ നിനക്ക് മുന്നിൽ കാണാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം ഈ ലോകത്തെ ഏത് സന്ദർഭത്തിലും മുന്നിൽ കാണാം. ഏത് പ്രതിസന്ധിയിലും അള്ളാഹു അവന് വഴി കാണിച്ചു കൊടുക്കും. ഏത് ബുദ്ധിമുട്ടിലും മഖറജ് അള്ളാഹു അവന് കാണിച്ചു കൊടുക്കും, അള്ളാഹുവിനെ സൂക്ഷിച്ചവന് ഇൻഷാ അള്ളാഹ്. വൈദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വൈദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. വഅലം, നീ അറിയുക, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത്, ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടി അലാ യൻഫഉക ബിശൈഇൻ, നിനക്കെന്തെങ്കിലും ഉപകാരം ചെയ്യാൻ വേണ്ടി, പക്ഷേ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, അള്ളാഹ് നിനക്ക് കിട്ടണം എന്ന് എഴുതി വെച്ചൊരു ഉപകാരമല്ലാതെ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല ദുനിയാവിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ. വലൗ ഇജ്തമഉ, ഇനി അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നു, അലാ യദുറുക ബിശൈഇൻ, നിനക്കെന്തെങ്കിലും ദ്രോഹം വരുത്തി വെക്കാൻ, പക്ഷേ
ലം യദുറൂക്, അവർക്ക് നിന്നെ ദ്രോഹിക്കാൻ സാധിക്കുകയില്ല, ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്, നിനക്ക് ഉണ്ടാവണമെന്ന് അള്ളാഹ് എഴുതി വെച്ചതല്ല. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തി സുഹുഫ്, പേനകൾ ഉയർത്തപ്പെട്ടു, ഏടുകൾ ഉണങ്ങിപ്പോയി. എന്നാൽ അള്ളാഹ് എല്ലാം എഴുതി വെച്ചതാണ്, അതേ നടക്കുള്ളൂ. മറ്റു ചില റിവായത്തുകളിൽ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട്. എന്താണ്? അന്ന നസ്റ മഅ സബ്ർ, സഹായം സബറിന്റെ കൂടെയാണ്. സബർ കൈക്കൊണ്ടാൽ അള്ളാഹുവിന്റെ സഹായം വരും, നസർ വരും. അതുപോലെ വഅന്നൽ ഫറജ മഅൽ കർബ്, പ്രയാസത്തിന്റെ കൂടെ എന്തുണ്ട്? കറബുണ്ട്, ഫറജുണ്ട്, പോംവഴിയുണ്ട്. കർബ് പറഞ്ഞാൽ ബുദ്ധിമുട്ടുന്നതാണ്, എന്നാൽ ഫറജ് എന്ന് പറഞ്ഞാൽ പോംവഴി എന്നാണ്. വഅന്ന മഅൽ ഉസ്രി യുസ്റ, അതിന്റെ തന്നെ മറ്റൊരാശയമാണ്, പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. ഈ ഹദീസ് ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആയത്ത് അതേ ആശയമാണ് ഈ ഹദീസിലുള്ളത്. അതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലാത്തവരെ ഈ ആളുകൾ അവർ നിങ്ങൾക്ക് ഉപകാരം ഉപദ്രവമോ ചെയ്തു തരുമോ? എനിക്ക് ഒരു ദുർറുണ്ടാകാൻ അള്ളാഹു വിധിച്ചാൽ ഹൽഹുന്ന കാശിഫാതു ദുർറ്, അവർക്ക് ആ പ്രയാസം നീക്കാൻ കഴിയുമോ? ഔ അറാദനി ബിറഹ്മത്തിൻ, ഇനി അള്ളാഹു എനിക്കൊരു റഹ്മത്ത് ഉദ്ദേശിച്ചാൽ ഹൽഹുന്ന മുംസികാതു റഹ്മത്തി, എന്താ അർത്ഥം? അവർക്ക് ആ റഹ്മത്ത് പിടിച്ചു വെക്കാൻ സാധിക്കുമോ എന്നാണ് അവരോട് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതവരോട് ചോദിക്കാൻ പറഞ്ഞത് അവരുടെ വിശ്വാസം ഒരിക്കലും ഈ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ആളുകളല്ല നമുക്ക് ഉപകാരം ഉപദ്രവം ചെയ്തു തരുന്നത്, അവരുടെ കയ്യിലാണ് അതിന്റെ ഉടമസ്ഥാവകാശം എന്നവർ വിശ്വസിച്ചിട്ടില്ല. മറിച്ച് ഇവർ അള്ളാഹുവിങ്കൽ ശുഫാ ആണ്. എന്താണ് ശുഫാ? അതെ, ശുപാർശക്കാരാണ് എന്നാണ് അവരുടെ വിശ്വാസം. ഇവരല്ല നീക്കിത്തരുന്നത്, നീക്കിത്തരുന്ന അള്ളാഹു തന്നെയാണ്. അങ്ങനെ വിശ്വാസമുള്ളവരോടാണ് ഈ ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് വ്യക്തമാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹു റബ്ബുൽ ആലമീൻ അതാ സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞു, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, നിങ്ങൾക്ക് ഏതൊരു നിഅമത്തുണ്ടോ, അനുഗ്രഹമുണ്ടോ, അത് അള്ളാഹു തന്നതാണ്, അള്ളാഹു തന്നതാണ്. സുമ്മ ഇദാ മസ്സകുമുദ്ദുറു, എന്നിട്ട് നിങ്ങൾക്കൊരു ദുർറുണ്ടായാൽ, ഒരു വിഷമമുണ്ടായാൽ, ഫഇലൈഹി തജ്അറൂൻ, അവനിലേക്കാണ് നിങ്ങൾ പ്രയാസം നീക്കാൻ വേണ്ടി അവനോടാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അവനിലേക്കാണ് നിങ്ങൾ തേടി ചെല്ലുന്നത്. സുമ്മ ഇദാ കശഫ ദുർറ അൻകും, എന്നിട്ട് നിങ്ങളിൽ നിന്ന് അവൻ പ്രയാസം നീക്കിയാൽ, ഇദാ ഫരീഖും മിൻകും ബിറബ്ബിഹിം യുശ്രികൂൻ, നിങ്ങളിൽ ഒരു വിഭാഗം അത് അവരുടെ റബ്ബിൽ പങ്കുചേർക്കുന്നു. ഇത് മുശ്രിക്കുകളോടാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ അവരുടെ വിശ്വാസം എന്താണ്? ബാർ അന്നാഫി അബാർ, ഉപകാരം ഉപദ്രവം വരുത്തുന്നവൻ അള്ളാഹുവാണ്. യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിന്റെ കയ്യിലാണ്. ഇവർ ഞങ്ങളുടെ ശുഫാ ആണ്, അള്ളാഹുവിങ്കൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് നേടിത്തരുന്ന ആളുകളാണ്. മനഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, നാം ഇവരെ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. വയഅബുദൂന മിൻ ദൂനി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്, അവർ ഉപകാരോപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ഇവർ ഞങ്ങളുടെ ശുഫാ ആണെന്ന് പറയുന്നു. സൂറത്ത് സുമറിൽ തന്നെ അള്ളാഹു ചോദിച്ചു, അമിത്തഖദൂ മിൻ ദൂനിഹി ശുഫാ, അമിത്തഖദൂ മിൻ ദൂനില്ലാഹി ശുഫാ, അള്ളാഹുവിന് പുറമെ ശുപാർശക്കാരെ അവർ സ്വീകരിച്ചിരിക്കുകയാണോ? അവലൗ കാനൂ ലാ യംലികൂന ശൈഅൻ വലാ യഅഖിലൂൻ, ഇവർക്കൊന്നും ഇവരുടെ കയ്യിലില്ല എന്നിട്ടുകൂടി, ഇവർക്ക് അഖ്ല് കൂടിയില്ല എന്നിട്ടുകൂടി, എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ലാത്ത ബിംബങ്ങളെ കൂടി അവർ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഖുല്ലില്ലാഹി ശഫാഅതു ജമീഅ, ശഫാഅത്തിന്റെ മുഴുവൻ അവകാശവും ഉടമസ്ഥതയും ആർക്കാണ്? അള്ളാഹുവാണ്. ശുപാർശ അള്ളാഹുവിങ്കൽ ആർക്കേ ചെയ്യാൻ പറ്റുള്ളൂ? മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുമതിയോടെ അല്ലാതെ ആരുണ്ട് ശുപാർശ ചെയ്യാൻ? അപ്പൊ ശുപാർശ ചെയ്യുന്നവന് അള്ളാഹിന്റെ അനുമതി വേണം. ആർക്ക് വേണ്ടി ശുപാർശ ചെയ്യണം? വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ ശുപാർശ ചെയ്യുന്നവനും അള്ളാഹിന്റെ അനുവാദം വേണം. ആർക്ക് വേണ്ടി ശുപാർശ ചെയ്യണം? അവർക്ക് അള്ളാഹിന്റെ തൃപ്തി വേണം, എന്നാലേ പറ്റുള്ളൂ. പിന്നെ എന്തിനാണ് ഈ ശുപാർശ? അത് ശഫാഅത്ത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹ് പറഞ്ഞോട്ട് കൊടുക്കുന്ന ഒരു സ്ഥാനമാണ്. ആരും അള്ളാഹുവിനോട് സംസാരിക്കാൻ കൂടി ധൈര്യപ്പെടാത്ത ആ സമയത്ത്
അള്ളാഹു ചിലരുടെ വാക്ക് കേൾക്കുക എന്നത് അവർക്ക് പരലോകത്ത് കൊടുക്കുന്ന ഒരു സ്ഥാനമാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനുകൾക്ക് വേണ്ടി ശഫാഅത്ത് പറയും. ശഫാഅത്തുൽ ഉസ്മ, ഏറ്റവും വലിയ ശഫാഅത്ത് എന്നറിയപ്പെടുന്നത് ഏത് ശഫാഅത്താ? അത് വിചാരണയ്ക്ക് വേണ്ടി ആളുകളെ എടുക്കാൻ വേണ്ടി മഹ്ശറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ വെച്ച് നടത്തുന്ന ശഫാഅത്തിനാണ് പറയുന്നത്. കാരണം ആ ശഫാഅത്തിന്റെ ഉപകാരം എല്ലാവർക്കും കിട്ടും, മുസ്ലിമിനും കാഫിറിനും. മഹ്ശറിലെ ആ നിൽപ്പ് അവസാനിക്കുന്നത് അങ്ങനെയാണ്. ആർക്കും ആ സമയത്ത് അള്ളാഹിന്റെ മുന്നിൽ അള്ളാഹുവിനോട് സംസാരിക്കാൻ സാധിക്കുകയില്ല. ദുനിയാവിൽ വലിയ വലിയ ആളുകൾ ഉണ്ടാവും, അവിടെ എല്ലാവരും ഉണ്ടാവും. ദുനിയാവിൽ വലിയ ബുദ്ധിജീവികളായി അറിയപ്പെട്ട ആളുകൾ, വലിയ വലിയ രാജാക്കന്മാർ, പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, ഇവരൊക്കെ ആളുകൾ വിചാരിക്കുന്നത് അവരൊക്കെ വലിയ വലിയ ആളുകളാണെന്നാണ്. ഇവരൊക്കെയാണ് നേതാക്കന്മാർ. അള്ളാഹുവിന്റെ റസൂലുകൾക്കൊന്നും വിലയില്ല എന്ന് വിചാരിക്കുന്ന ആളുകളില്ലേ? പക്ഷെ അവിടെ വെച്ച് തിരിച്ചറിയും, ഒരാൾക്കും മിണ്ടാൻ സാധിക്കുകയില്ല. അവിടെ വെച്ച് അള്ളാഹുവിൽ ശഫാഅത്ത് ചെയ്യുന്നത് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന സയ്യിദു വലദി ആദം. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ആദം സന്തതികളുടെ സയ്യിദാണ്, നേതാവാണ്. അത് അവിടെ വെച്ച് മുസ്ലിമിനും കാഫിറിനും വ്യക്തമാകും, എല്ലാവർക്കും വ്യക്തമാകും. അപ്പോ അത് ശഫാഅത്ത് ചെയ്യുക എന്നത്, ശഫാഅത്ത് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു പദവി അല്ലാഹു റബ്ബുൽ ആലമീൻ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇതുപോലുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഖൽബ് അല്ലാഹു അല്ലാത്തവരിൽ തഅല്ലുഖാക്കുക എന്നത് ശിർക്കാണ്. ഖൽബ് അവലംബിക്കുന്നത് അല്ലാഹു അല്ലാത്തവരാണെങ്കിൽ അത് ശിർക്കാണ്. ഖൽബിന്റെ അവലംബം യഥാർത്ഥത്തിൽ ആരെയാണ് അവലംബിക്കേണ്ടത്? അള്ളാഹുവിനെയാണ്. അതിന്റെ അവലംബം കുറയുന്നതനുസരിച്ച് അത് ചിലപ്പോൾ ചെറിയ ശിർക്കാവും, ചിലപ്പോൾ അത് വലിയ ശിർക്കിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യരോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നതിൽ പോലും ചില മര്യാദകളുണ്ട്. മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, ഒരു ഭരണത്തിലുള്ള ഒരു അധികാരമുള്ള ഒരാൾ, പല ആവശ്യത്തിനും പല അങ്ങനത്തെ കാര്യാലയങ്ങളിലും കയറി ഇറങ്ങേണ്ട ആളുകളാണ് നമ്മൾ. നമുക്ക് നമ്മളെ കാര്യം പറയണമെങ്കിൽ നീ എന്ത് ചെയ്യരുത്, ഒരിക്കലും താണ് കേട് വേണം ഇങ്ങനെ നീ പറയരുത്. നീ മാന്യമായി എന്റെ കാര്യം പറയുക. കാരണം അള്ളാഹു ഉദ്ദേശിച്ചല്ലാതെ നിന്റെ കാര്യം നടക്കുകയില്ല. മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്, മനസ്സിലായില്ലേ? നമ്മളാകെ ഇയാളിപ്പോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളാകെ പാതാളത്തിലേക്ക് പോകും എന്ന നിലക്ക് നമ്മൾ സംസാരിക്കേണ്ടതില്ല. ഈ മാന്യമായി ചോദിക്കും, ഈ കിബിറ അടിക്കേണ്ടതില്ല, എന്നാൽ നിന്റെ വിനയം കൂടി 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 ദില്ലത്തിലേക്ക് പോകേണ്ടതില്ല. മനസ്സിലായോ? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാറുണ്ട്, ഏതൊരു നല്ല സ്വഭാവത്തിനും ഒരു ഇഫ്റാത്ത് ഉണ്ടാവും, തഫരീത്ത് ഉണ്ടാവും. ഏതൊരു നല്ല സ്വഭാവത്തിനും ഒരു ഇഫ്റാത്ത് ഉണ്ടാവും, തഫരീത്ത് ഉണ്ടാവും. തവാദു, വിനയം വളരെ നല്ല സ്വഭാവമാണ്. പക്ഷെ അതിന്റെ പരിധി വിട്ട് കൂടിയിട്ട് എന്താകും? അവസാനം ദില്ലത്തായി മാറും, അപമാനമായി മാറും, നിന്യതയായി മാറും. മനസ്സിലായോ? സ്വന്തം തീരെ വില കളയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതാവാൻ പാടില്ല. എന്നാൽ ഈ തവാദു ഇല്ലാതെ അത് പിന്നെന്തായി പോരുത്? കിബറിലേക്ക് എത്തിപ്പോവും. അതും പാടില്ല. അതുപോലെ തന്നെ ഇസ്സത്ത്, അന്തസ്, അത് കൂടിയാൽ എന്താകാൻ സാധ്യതയുണ്ട്? കിബറാകാൻ സാധ്യതയുണ്ട്. കൂടിയിട്ട് കിബറാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പാടില്ല. മറിച്ച് നീ അഹങ്കാരിയാവരുത്, എന്നാൽ നീ ദില്ലത്തുള്ളവനാവരുത്. മറിച്ച് നിനക്ക് ഇസ്സത്തുണ്ട്. മുസ്ലിമിന് അല്ലാഹു ഇസ്സത്ത് കൊടുത്തിട്ടുണ്ട്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിനാണ് ഇസ്സത്തുള്ളത്, അവന്റെ റസൂലിനാണ്, മുഅ്മിനുകൾക്കാണ്. പക്ഷെ മുനാഫിഖുകൾ മനസ്സിലാക്കുകയില്ല. കാരണം മുനാഫിഖിന്റെ വിചാരം എന്താണ്? ഇസ്ലാമിന്റെ വേഷം ധരിക്കുന്നതിലോ ഇസ്ലാമിന്റെ മര്യാദകൾ പാലിക്കുന്നതിലോ ഒന്നും ഒരു ഐക്യത്തില്ല. അതൊക്കെ കുറച്ചിലാണ്. ആളുകളെ മുന്നിൽ പറയാൻ കഴിയൂല. ആളുകളെ മുന്നിലെത്തിയാൽ അവനെന്താവും? മതേതരവാദി അഭിനയിക്കും. അവൻ പിന്നെ ഞാനൊക്കെ നല്ല പുരോഗമനവാദിയാണ് എന്ന് അഭിനയിക്കുന്ന തരത്തിലുള്ള സംസാരം വരും അവന്റെ നാവിലൂടെ, പ്രവർത്തനങ്ങൾ വരും. അവൻ ചിലപ്പോൾ കാഫറുകളുടെ മുന്നിൽ നിന്ന് മുസ്ലിങ്ങളെ എത്തി പറയും. എന്തിനു വേണ്ടിയാണ്? ഞാൻ വളരെ സോഷ്യലായ ആളാണ്, ഞാൻ വളരെ ലിബറൽ ചിന്താഗതിയുള്ള ആളാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി. നിഫാഖാണ്, യാതൊരു സംശയവുമില്ല. അള്ളാഹു പറഞ്ഞു, ബശ്ശിരിൽ മുനാഫിഖീന ബിഅന്ന ലഹും അദാബൻ അലീമ. മുനാഫിഖുകൾക്ക് നീ വേദനയേറിയ ശിക്ഷയുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിച്ചേക്കുക. എന്താണ് അവർ ചെയ്തത്? അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാ. അവർ
കാഫിറുകൾ ഔലിയാക്കളായി അവരുടെ ഉച്ചമിത്രങ്ങളായി സ്വീകരിച്ച ആളുകളാണ്. അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സ, അള്ളാഹു ചോദിക്കുകയാണ്, അവരുടെ അടുത്താണോ ഇവർ ഇസ്സത്ത് തേടി പോകുന്നത്? ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, എല്ലാ ഇസ്സത്തും അല്ലാഹുവിനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നമ്മൾ നിന്നരായ ഒരു ജനതയായിരുന്നു അറബികൾ. അള്ളാഹു നമുക്ക് ഈ ദീൻ കൊണ്ട് ഇസ്സത്ത് തന്നു. ഇനി ഈ ദീൻ നമ്മൾ ഉപേക്ഷിച്ചാലോ അള്ളാഹു നമ്മളെ നിന്ദരാക്കും. അവന് തോന്നുകയാണ് അവൻ ആൾക്കാർക്കിടയിൽ വിലയുണ്ട്. നീ എന്ത് കോപ്രായം കാണിച്ചാലും അവരിങ്ങനെ തൃപ്തിപ്പെടുവോ? വലൻ തർദഅൻ കൽ യഹൂദ് വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. യഹൂദി നസ്രാനിയും മുസ്ലിമേ നിന്നെ തൃപ്തിപ്പെടുകയില്ല നീ അവരുടെ മില്ലത്ത് സ്വീകരിച്ചാലല്ലാതെ. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, പറയുക അള്ളാഹുവിന്റെ ഹുദ, അള്ളാഹു കാണിച്ച സന്മാർഗം, അതാണ് സന്മാർഗം. ഏതെങ്കിലും ആളുകൾക്ക് അവരുടെ തലയിൽ തോന്നിയത് എഴുതിയുണ്ടാക്കുക, അത് നിയമമാക്കുക, അത് പ്രത്യയശാസ്ത്രമാക്കുക, എന്നിട്ട് അതിന്റെ ആളുകൾക്ക് അല്ല ഇജ്ജത്തുള്ളത്. മനസ്സ റബ്ബു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു പഠിപ്പിച്ച ഇസ്ലാമിനാണ് ഇജ്ജത്തുള്ളത്. നിനക്ക് മനസ്സിലാകാത്തത് എന്റെ കൽബ് കേടുവന്നതുകൊണ്ടാണ്. നമുക്ക് മനസ്സിലാകാത്തത് നമ്മുടെ കൽബ് കേടുവന്നതുകൊണ്ടാണ്. അത് മാറാൻ പഠിക്കുക, അള്ളാഹുവിന്റെ ദീൻ നന്നായി പഠിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഏത് ഇസ്ലാമിനെ കുറിച്ച് കാഫിറുകൾ പരിഹസിക്കുന്ന ഏതേത് വിഷയങ്ങളുണ്ടോ അത് ഏത് പഠിച്ചാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇവർക്ക് എന്താ പകരം പറയാനുള്ളത്? പകരം ഇവർ കൊണ്ടുവരട്ടെ. പകരം ഇവർക്ക് എന്തുണ്ട് പറയാൻ? ഇവരുണ്ടാക്കിയ ഒരു ഹൈറുമില്ലാത്ത, ഒരു ചുരുങ്ങിയ നാട്ടിൽ പോലും യോജിക്കാത്ത, മനുഷ്യന്റെ പ്രകൃതിക്ക് യോജിക്കാത്ത നിയമങ്ങളല്ലാതെ. അള്ളാഹുവിന്റെ ദീൻ അങ്ങനല്ല. അത് ഏത് കാലത്തും സാലിഹത്താണ്, മുസ്ലിഹത്താണ്. ഏത് കാലത്തേക്കും സാലിഹത്താണ്, മുസ്ലിഹത്താണ്. സാലിഹത്താണെന്ന് പറഞ്ഞാൽ എന്താ? ഏത് കാലത്തും അത് വാലിദാണ്, യോജിച്ചതാണ്. മുസ്ലിഹത്താണെന്ന് പറഞ്ഞാൽ എന്താ? ഏത് കാലത്തെ ജനങ്ങളെയും നന്നാക്കാൻ പറ്റിയതാണ്. ഏത് കാലത്തേക്ക് യോജിച്ചത് മാത്രമല്ല, ഏത് കാലത്തെ ജനങ്ങളെയും നന്നാക്കാൻ പറ്റിയതുമാണ് അള്ളാഹുവിന്റെ ദീൻ. ഈ ദീനിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് അൽ കമാൽ, പൂർണ്ണത. ഒന്നും കൂട്ടിച്ചേർക്കാനില്ല, ഒന്നും ഒഴിവാക്കാനില്ല. اليوم أكملت لكم دينكم وأتممت عليكم نعمتي رضيت لكم الإسلام دينا. അതുപോലെ തന്നെയാണ് ഈ ദീനിന്റെ പ്രത്യേകത അൽ ബഖാ. എന്താണ് ബഖാ? അത് കാലാകാലം നിലനിൽക്കും. കാലാകാലം ഖിയാമത്ത് നാളൊരു ഇതിന്റെ ബാക്കി ഉണ്ടാവും. അള്ളാഹുവിന്റെ ദീൻ ഇല്ലാതായി പോവുകയില്ല. ദീൻ ഇല്ലാതായോ ഖിയാമത്ത് നാൾ സംഭവിക്കും. ഖിയാമത്ത് നാൾ വരേക്കും ഈ ദീൻ ഉണ്ടാകുക തന്നെ ചെയ്യും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അതസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹി വഹും അലാ ദാലിക്. ഈ ഒരു വിഭാഗം ഉണ്ടാവുക തന്നെ ചെയ്യും. അവർ അള്ളാഹുവിന്റെ ദീനിൽ നിലയുറപ്പിച്ച ആളുകളാണ്. ലാ യദുറുഹും, അവരെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. മൻ ഖദലഹും വലാ മൻ ഖാലഫ, അവരെ കൈവിട്ടവർക്കോ അവരോട് എതിർത്ത് നിന്നവർക്കോ ഒന്നും സാധിക്കുകയില്ല. ഹത്താ യഅതി അംറുല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരേക്കും, ഖിയാമത്ത് നാൾ വരുന്നത് വരേക്കും വഹും അലാ ദാലിക്, അവരവസ്ഥയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനാണ് ഏത് കാലത്തും വിജയമുള്ളത്. രണ്ട് രൂപത്തിലാണ് ഇസ്ലാമിനുള്ള വിജയം. ഒന്നെന്താ? ഒന്ന് ശാരീരികമായ വിജയമാണ്, അതായത് ആയുധം കൊണ്ടുള്ള, അധികാരം കൊണ്ടുള്ള വിജയം. രണ്ടാമത്തത് ഹുജ്ജത്ത് കൊണ്ടുള്ള വിജയമാണ്, തെളിവ് കൊണ്ടുള്ള വിജയം. ഇത് രണ്ടും ഒരുമിച്ച് വന്ന കാലം ഉണ്ടായിട്ടുണ്ട്, ഏതെങ്കിലും ഒന്നുള്ള കാലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാ കാലത്തുമുള്ള വിജയം ഏതാ? ഹുജ്ജത്ത് കൊണ്ടുള്ള വിജയം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്ത് റളിയല്ലാഹു അൻഹും മക്കയിൽ ജീവിച്ചിരുന്നു. ആ കാലത്ത് മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരാണ്. ശാരീരികമായി ദ്രോഹിക്കപ്പെട്ടവരാണ്. സഹാബത്തിനെ അവർ കൊന്നു കളഞ്ഞിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട്, മരുഭൂമിയിൽ കിടത്തിയിട്ടുണ്ട്. പക്ഷെ ഹുജ്ജത്ത് കൊണ്ട് ആ സമയത്തും വിജയമാർക്കാൻ ബിലാലിനും അമ്മാറിനും യാസറിനൊക്കെയാണ്, ഒരു സംശയമില്ലത്. ഇനി മദീനയിലെത്തിയപ്പോഴോ കാലങ്ങൾക്ക് ശേഷം രണ്ട് വിജയവും അള്ളാഹു കൊടുത്തു. അവസാനം മക്ക തന്നെ മുസ്ലിങ്ങളുടെ കയ്യിലായി. നസ്റുല്ലാഹി വൽ ഫത്ഹ് റഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ആ സമയത്ത് രണ്ട് വിജയവും കൊടുത്തു. ഇത് കാലം
എല്ലാ കാലത്തും ഉണ്ടാവും. ചിലപ്പോൾ 2 വിജയവും അള്ളാഹു തരും. പക്ഷേ ഏത് കാലത്തും ഉണ്ടാകുന്ന വിജയം അത് ഹുജ്ജത്ത് കൊണ്ടുള്ള വിജയമാണ്. അവസാനം നോക്കൂ നിങ്ങൾ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് അള്ളാഹു 2 വിജയം തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന കാലം വരും. ജിസിയ എടുത്തു കളയപ്പെടും. കാരണം എന്താ? ജിസിയ വാങ്ങണമെങ്കിൽ ഇവിടെ കാഫിറുണ്ടാണ്, അതില്ല. എല്ലാവരും മുസ്ലിങ്ങളായിട്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് എല്ലാവരുടെയും വാക്ക്. അങ്ങനെ കാലം അവസാനം വീണ്ടും വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. ബാക്കിയാവുക എന്നത് ഈ ദീനിന്റെ ഒരു പ്രത്യേകതയാണ്. കമാൽ ഈ ദീനിന്റെ ഒരു പ്രത്യേകതയാണ് ബാക്കിയാവുക. അതുപോലെ എന്താണ് കമാൽ, ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല, ഒഴിവാക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഷുമൂൽ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. മനുഷ്യർക്കും ജിന്നുകൾക്കും എല്ലാവർക്കും ഉള്ളതാണ് ഈ ദീൻ. ആർക്കും ഇനി ഈ ദീൻ എനിക്ക് വേണ്ടയില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ സാധ്യമല്ല. ഞാൻ ഏതെങ്കിലും പഴയ നബിയുടെ ദീനിലാണ്, ഞാൻ മൂസാ നബിയുടെ ദീനിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും നിൽക്കാൻ സാധ്യമല്ല. മറിച്ച് ഏതൊരു ആളുണ്ടോ അവൻ ഈ ദീൻ സ്വീകരിച്ചാൽ അതിന് രക്ഷയില്ല. ഇസ്ലാം സ്വീകരിച്ചാലല്ലാതെ യാതൊരു രക്ഷയും അവനില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് പോലെ لا يسمع بي أحد من هذه الأمة يهودي ولا نصراني ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. ഞാൻ അയക്കപ്പെടുകയും എന്റെ പേര് കേൾക്കുകയും എന്നിട്ട് എന്നിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന യഹൂദിയാകട്ടെ നസ്രാനിയാകട്ടെ ആരാകട്ടെ അവൻ നരകാവകാശിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ദീനിലാണ് എല്ലാ ഇജ്ജത്തും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ, അവനിലാണ് നമ്മൾ തവക്കുലാക്കേണ്ടത്. ഖൽബ് അവനിലാണ് നമ്മൾ, നമ്മുടെ ഖൽബിന്റെ താല്ലുഖ് അവനുമായിട്ടായിരിക്കണം. ഇതാണ് തൗഹീദ്. ഇതിനെതിരാണ് ശിർക്ക്. അതുകൊണ്ട് ഖൽബ് മറ്റുള്ള ആളുകളിൽ അവലംബിക്കാതിരിക്കാൻ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അടുത്തത് ഈ ആയത്തിന് ശേഷം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു റിവായത്താണ്, ഒരു ഹദീസാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഹദീസിന്റെ സനദിൽ ചില പ്രശ്നങ്ങളുള്ളതായി, ചില ദാഫുള്ളതായി ചില ഉലമാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് ഹസനാണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഉലമാക്കളുമുണ്ട്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി കണ്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, റജുലൻ ഒരാളെ, ഫീ യദിഹി അവന്റെ കയ്യിലുണ്ട്, ഹൽഖത്തുൻ ഒരു വളയം ചുറ്റിക്കെട്ടിയിട്ടുണ്ട്, മിൻ സൂഫിറിൻ, സൂഫർ എന്ന ചെമ്പ് കൊണ്ടുള്ള ഒരു വളയം അവന്റെ കയ്യിലുണ്ട്. ഫഖാൽ, റസൂലുള്ളാഹി ചോദിച്ചു, മാ ഹാദി, ഇതെന്താ? ഖാല, അയാൾ പറഞ്ഞു, മിനൽ വാഹിന, വാഹിന ഉള്ളത് കൊണ്ട് കെട്ടിയതാണ്. വാഹിന എന്നാൽ കൈക്ക് വരുന്ന ഒരു പ്രത്യേക രോഗമാണ്, കൈക്ക് വരുന്ന ഒരു അസുഖം, അതാണ് വാഹിന, കൈ വേദനിക്കുന്ന ഒരു അസുഖം. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ഇൻസഅഹ, നീ അത് ഊരുക, ഇൻസഅഹ ഊരുക, നസഅ എന്ന് പറഞ്ഞാൽ ഊരി, ഫഇന്നഹ ലാ തസീദുക ഇല്ലാ വഹന, നിനക്കത് വഹനല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. വഹൻ എന്താ? വഹനൻ അലാ വഹൻ, പ്രയാസം, പ്രയാസമല്ലാതെ നിനക്കത് കൊണ്ടുണ്ടാവുകയില്ല. ഫഇന്നക ലൗ മുത്ത വഹിയ അലൈക, ഫഇന്നക തീർച്ചയായും നീ ലൗ മുത്ത മരിക്കുകയാണെങ്കിൽ, വഹിയ അലൈക ഇത് നിന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കെ നീ മരിക്കുകയാണെങ്കിൽ, മാ അഫ്ലഹ്ത അബദാ നീ ഒരിക്കലും വിജയിക്കുകയില്ല. റവാഹു അഹ്മദ്, ഇമാം അഹ്മദ് റിവായത്ത് ചെയ്തതാണ്, ബിസനദിൻ ലാ ബഅസ ബിഹി, കുഴപ്പമില്ലാത്ത ഒരു സനദ് എന്നാണ് അബ്ദുൽ വഹാബ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വളരെ സിഹത്തുള്ള സനദിനെ കുറിച്ച് പ്രയോഗിക്കുന്ന പ്രയോഗമല്ല. ഞാൻ പറഞ്ഞില്ല, ഈ സനദിൽ ചില പ്രശ്നങ്ങളുള്ളതായി ഉലമാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ചില ഹദീസുകളുടെ സിഹത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക സ്വാഭാവികമാണ്. ചില ഹദീസുകളുടെ സിഹത്തിൽ, അതൊരിക്കലും നമ്മുടെ അഖീദയോ ഇസ്ലാമിന്റെ ഉസൂലുകളെയോ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഈ വിഷയം തെളിയിക്കാൻ ഈ ഹദീസ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്, ഇനിയും ഹദീസുകൾ വരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ ഹദീസ് റിവായത്ത് ചെയ്ത സഹാബി ആരാണ്?
ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ് ഹുസൈൻ ഇബ്നു ഉബൈദ്. രണ്ടുപേരും സഹാബിമാരാണ്, ഉപ്പയും മകനും സഹാബിമാരാണ്. അങ്ങനെ നിരവധി സഹാബിമാരുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അവിടുത്തെ പിതാവ് അബൂ ഖുഹാഫ സഹാബിയാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ പിതാവ് സഹാബിയാണ് അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹുമ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഉമർ ഖത്താബിന്റെ മകൻ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മകൻ. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസിന്റെ മകൻ. അതുപോലെ ഒരുപാട് സഹാബിമാർ, البراء بن عازب റളിയല്ലാഹു അൻഹു, അതുപോലെ നിരവധി സഹാബിമാർ അങ്ങനെ ഉണ്ട്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു, ഹുദൈഫയുടെ പിതാവും സഹാബിയാണ്. നിരവധി സഹാബിമാരുടെ പേരുകൾ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ഈ സഹാബിയുടെ പിതാവ് സഹാബിയാണ് ഹുസൈൻ ഇബ്നു ഉബൈദ്. ഈ സഹാബി മുസ്ലിം ആയത് ഖൈബർ യുദ്ധത്തിന്റെ വർഷമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതുപോലെ ഈ സഹാബി ഇവരൊക്കെ ഒരുമിച്ച് മുസ്ലിങ്ങളായ ആളുകളാണ്. ഇദ്ദേഹം വഫാത്തായിട്ടുള്ളത് ഹിജറ 52 ബസ്രയിൽ വെച്ചിട്ടാണ്. ഹിജറ 52 സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം 40 വർഷങ്ങൾക്ക് ശേഷമാണ് വഫാത്തായത്. ഹിജറ 52 ബസ്രയിൽ വെച്ചിട്ടാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, ഈ ഹദീസ്, അടുത്ത ഹദീസ് നോക്കുക, ഇതേ വിഷയമാണ്. വലഹു അൻ ഉഖബത ഇബ്നു ആമിർ മർഫൂഅ. വലഹു, അതായത് വലഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനുണ്ട്, അതായത് ഇമാം അഹ്മദിനുണ്ട് എന്നാണ് അതിന്റെ ഉദ്ദേശം. വലഹു അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹം റിവായത്ത് ചെയ്തിട്ടുണ്ട്. عن عقبة بن عامر, عقبة بن عامر رضي الله عنه എന്ന സഹാബിയിൽ നിന്ന് റിവായത്ത് വന്നിട്ടുണ്ട് മർഫൂഅൻ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. മർഫൂഅൻ എന്ന് പറഞ്ഞാൽ എന്താ? നബി പറഞ്ഞ ഹദീസുകൾ. മൗഖൂഫ് എന്ന് പറഞ്ഞാലോ സഹാബി വരെയുള്ള ഹദീസ്. സഹാബി പറഞ്ഞ റിവായത്തിനാണ് എന്ത് പറയുക? മൗഖൂഫ്. അത് സഹാബിയിൽ നിന്നും. മർഫൂ എന്ന് പറഞ്ഞാൽ നബിയിലേക്ക് ഉയർത്തപ്പെട്ടു. മുർസൽ എന്ന് പറഞ്ഞാൽ സനദിൽ കണ്ണി മുറിഞ്ഞു പോയ ഹദീസുകൾക്കാണ് മുർസൽ എന്ന് പറഞ്ഞത്. ഇപ്പൊ താബിഈ നേരെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞ് റിവായത്ത് ചെയ്താൽ അത് മുർസലാണ്, സഹാബി പറയാതെ. അതിന് മുർസൽ എന്ന് പറയും. മൗഖൂഫ് എന്നാൽ സഹാബി പറഞ്ഞത്. അതുപോലെ മർഫൂ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിട്ടുള്ളത്, റസൂലുള്ള പറഞ്ഞത്. എന്താണ് ഹദീസ്? മൻ തഅല്ലഖ തമീമതൻ, ആരെങ്കിലും തമീമത്ത് കെട്ടിയാൽ. തമീമ എന്താ? ഇതാണ് ഉറുക്കി അലസതിനൊക്കെ പറയുന്ന പേരാണ് തമീമ. ഫലാ അതമ്മല്ലാഹു ലഹു, അല്ലാഹു അവന് പൂർത്തിയാക്കി കൊടുക്കാതിരിക്കട്ടെ. കാരണം തമീം എന്ന വാക്ക് തമാം എന്ന വാക്കുമായി ബന്ധമുണ്ട്. പൂർത്തിയാക്കുക എന്ന അർത്ഥമുള്ള തമാം എന്ന വാക്കുമായി ബന്ധമുള്ള വാക്ക് ഒരേപോലത്തെ വാക്കല്ല തമീം. ഇപ്പൊ റസൂൽ പറഞ്ഞു നോക്ക്, മൻ തഅല്ലഖ തമീമതൻ ഫലാ അതമ്മല്ലാഹു ലഹു, അല്ലാഹു തമീമ കെട്ടിയവന് പൂർത്തിയാക്കി കൊടുക്കാതിരിക്കട്ടെ. വമൻ തഅല്ലഖ വദഅതൻ ഫലാ വദഅ അല്ലാഹു ലഹു, ആരാണോ വദഅത്ത് കെട്ടിയിട്ടുള്ളത്, വദഅത്ത് എന്ന് പറഞ്ഞാൽ ഇതേ സാധനം തന്നെയാണ്, ഈ കെട്ടണ ഉറുക്കി ഏലസ് അങ്ങനത്തെ. മലയാളത്തിനും പല പേരുണ്ടല്ലോ, ഉറുക്ക്, ഏലസ്, വേറെന്താ പറയാ, വേറെന്തൊക്കെ പേരുണ്ടല്ലോ, ഐക്കല്ല്, ഐക്കല്ല്, അങ്ങനെ അതുപോലെ അറബിയിലുള്ള പല വാക്കുകളാണ് വദഅ, തമീമ എന്നൊക്കെയുള്ള വാക്കുകൾ. അങ്ങനെ ആരെങ്കിലും കെട്ടിയാൽ, വദഅത്ത് കെട്ടിയാൽ ഫലാ വദഅ അല്ലാഹു ലഹു, അല്ലാഹു അവന് അക്കാര്യം ലാ ജഅലഹു ഫീ ദിഅത്തിൻ വസുകൂനിൻ എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ അല്ലാഹു അവന് അത് ശരിയാക്കി കൊടുക്കാതിരിക്കട്ടെ, അത് സമാധാനപരമായ കാര്യം അല്ലാഹു അവനെ നേടിക്കൊടുക്കാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാ ഇതുവരെ പറഞ്ഞ ഹദീസിന്റെ റിവായത്തിനും സനദിലും ചില ദഅഫുള്ളതായി ഉലമാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ നോക്ക് അടുത്തത് ഫീ റിവായ, മറ്റൊരു റിവായത്തിൽ ഇത് സഹിഹായ റിവായത്താണ്, തികച്ചും സഹിഹായ റിവായത്താണ് അടുത്തത്. അത് തന്നെ ധാരാളമാണ്. മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും തമീമ കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു.
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഒരു കാരണമുണ്ട്. എന്താണ് കാരണം? ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഉഖബ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് അഖ്ബല ഇലൈഹി, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു റഹ്തുൻ, ഒരു സംഘം ആളുകൾ, ഫബായഅ തിസ്അതൻ വഅംസക അൻ വാഹിദ്, 10 പേരാണ് വന്നത്. 9 പേരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് സ്വീകരിച്ചു. എന്താ ബൈഅത്ത്? അവർ മുസ്ലിങ്ങളായാൽ നബിക്ക് കരാർ ചെയ്യും, നബിയുടെ മുന്നിൽ വെച്ച് നബിയുടെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യും, എന്നിട്ടാണ് മുസ്ലിങ്ങളാവുക. 9 പേരിൽ നിന്നും നബി ബൈഅത്ത് സ്വീകരിച്ചു, ഒരാളിൽ നിന്ന് സ്വീകരിച്ചില്ല. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ബൈഅത തിസ്അതൻ വഅംസക്ത അൻ ഹാദാ, എന്റെ താങ്കൾ 9 പേരുടെ ബൈഅത്ത് സ്വീകരിച്ചു, ഒരാളിൽ നിന്ന് സ്വീകരിച്ചില്ല? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അലൈഹി തമീമ, അയാൾ എന്ത് കെട്ടിയിട്ടുണ്ട്? അയാൾ ഒരു ഉറുക്ക് കെട്ടിയിട്ടുണ്ട്. ഫഅദ്ഖല യദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ അതിൽ കയറ്റി, ഫഖതഅഹ, പൊട്ടിച്ചു. ഫബായഅ, ഫഅദ്ഖല യദഹു ഫഖതഅഹ, അപ്പോൾ അദ്ദേഹം അതിലേക്ക് കൈ കയറ്റി, എന്നിട്ട് അത് പൊട്ടിച്ചു. കയറ്റിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവാം, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ആവാം. ഫബായഅഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്തു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും തമീമ കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. ഉഖബ ഇബ്ൻ ആമിർ റളിയല്ലാഹു അൻഹു. ഇമാം അഹ്മദിന്റെ മുസ്നദിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. ഇമാം അഹ്മദിന്റെ മുസ്നദിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. ഷെയ്ഖ് അൽബാനി ഈ ഹദീസ് സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു മഹാനായ വളരെ അറിയപ്പെട്ട സഹാബിയാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മിസറിന്റെ അമീറായിരുന്നു ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. മിസറിന്റെ, അതായത് ഈജിപ്തിന്റെ അമീറായിരുന്നു, അവിടുത്തെ ഭരണാധികാരിയായിരുന്നു. 3 വർഷം അവിടെ ഭരണം നടത്തുകയും ഒമാഅത ഖരീബൻ മിൻ 60, ഏകദേശം ഹിജറ 60 അടുപ്പിച്ചിട്ടാണ് അവിടുന്ന് വഫാത്തായിട്ടുള്ളത്. ഉഖബത്ത് ബിൻ ആമിർ വഫാത്തായിട്ടുള്ളതാണ് ഹിജറ 60 അടുപ്പിച്ചിട്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മിസറിലെ അമീറായിരുന്നു ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കി, ഹദീസ് വ്യക്തമാണ്, ഉർക്ക് കെട്ടുക, ഏലസ് കെട്ടുക എന്നത് ഷിർക്കിൽപ്പെടുന്ന കാര്യമാണ് എന്നത്. അതിന്റെ അസ്ൽ അതെന്താണ്? ചെറിയ ഷിർക്കാണെന്നുള്ളതാണ്. എന്നാൽ ചില സന്ദർഭത്തിൽ വലിയ ഷിർക്കിലേക്ക് പോകും. അവനതൊരു കാരണം മാത്രമാണ് കണ്ടതെങ്കിൽ അത് ചെറിയ ഷിർക്കാണ്. അല്ല, അത് തന്നെ ഉപകാരവും ഉപദ്രവവും അവന് വരുത്തി വെക്കും എന്നാണ് അവന്റെ വിശ്വാസമെങ്കിൽ അത് വലിയ ഷിർക്കാണ്. അപ്പൊ അത് ഔലിയാക്കന്മാരെ അവരോട് അവരിൽ കൽബ് അർപ്പിക്കുന്നത് പോലെയായി, അവരിലേക്ക് വേണ്ട കൽബ് അർപ്പിക്കുന്നത് പോലെയായി. ഇനി നോക്കൂ അടുത്തത്. വലി ഇബ്നു അബി ഹാതിം عن حذيفة رضي الله عنه أنه رأى رجلا في يده خيط من الحمى فقطعه وتلا قوله وما يؤمن أكثرهم بالله إلا وهم مشركون. ولابن أبي حاتم رحمه الله അദ്ദേഹത്തിന് മുസന്നഫ് റിവായത്ത് ചെയ്തു عن ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇല്ലെന്ന്. എന്താണ്? അന്നഹു റഅ റജുലൻ, അവിടുന്ന് കണ്ടു ഒരാളെ, ഫി യദിഹി ഖൈസുൻ, അയാളുടെ കയ്യിൽ ഒരു ഖൈസുണ്ട്. ഖൈസ് എന്താ? ചരട്, ഒരു ചരടുണ്ട്. മിനൽ ഹുമ, വിഷബാധ ഏറ്റതുകൊണ്ട് കെട്ടിയതാണ്, വിഷം ബാധിക്കാതിരിക്കാൻ വേണ്ടി കെട്ടിയതാണ്. ഫഖതഅഹു, ഹുദൈഫ എന്ത് ചെയ്തു? അത് പൊട്ടിച്ചു. വതല ഖൗലഹു, എന്നിട്ട് അല്ലാഹുവിന്റെ ആയത്ത് ഓതി, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല ശിർക്ക് ചെയ്തിട്ടല്ലാതെ എന്ന ആയത്ത് ഓതി. വേറെ ചില റിവായത്തുകളിൽ ഇത്ര കൂടി വന്നിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരാളെ രോഗിയായി സന്ദർശിക്കാൻ, അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ചരട് കണ്ടപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് കയ്യിലുണ്ടായിരിക്കാണ് താങ്കൾ മരിച്ചതെങ്കിൽ ഞങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കൂല. ഹുദൈഫ റളിയല്ലാഹു അൻഹു അങ്ങനെ
ഈ ഉറുക്ക് കണ്ട ചരട് കണ്ട ആളോട് പറഞ്ഞു, ഹുദൈഫ റളിയല്ലാഹുവിന്റെ മുഴുവൻ പേരെന്താണ്? ഹുദൈഫ ഇബ്ൻ അൽ യമാൻ. ഹുദൈഫ ഇബ്ൻ അൽ യമാൻ റളിയല്ലാഹു അൻഹു. ഇദ്ദേഹവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹാബിയുടെ മകനാണ്. പിതാവും സഹാബിയാണ്, യമാനും സഹാബിയാണ്. ഈ ഹുദൈഫ റളിയല്ലാഹുവിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, വളരെ അറിയപ്പെട്ട ഒരു പ്രത്യേകത. എന്താണത്? അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്? സാഹിബു സിർരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് ആര്? ഹുദൈഫ റളിയല്ലാഹു അൻഹു. രഹസ്യ സൂക്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹുദൈഫക്ക് അതിന് നല്ല കഴിവുണ്ടായിരുന്നു, രഹസ്യം സൂക്ഷിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ചില മുനാഫിക്കുകളുടെ പേര് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തു. ആളെ അള്ളാഹു റസൂലിന് കാണിച്ചു കൊടുത്തു. അപ്പൊ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ പേര് പറഞ്ഞു കൊടുത്തു. പിൽക്കാലത്ത് സഹാബിമാർ ചില ആളുകൾ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ ഹുദൈഫ വന്നിട്ടുണ്ടോ എന്ന് നോക്കാറുണ്ടായിരുന്നു. കാരണം എന്താ? ഹുദൈഫ വന്നിട്ടുണ്ടെങ്കിൽ ആള് യഥാർത്ഥത്തിൽ മുസ്ലിം തന്നെയാണ്. ഹുദൈഫ വന്നിട്ടില്ലെങ്കിലോ മുനാഫിഖാണ്. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ നിഫാഖ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇഅ്തിഖാദിയായ നിഫാഖ്. ഇഅ്തിഖാദിയായ നിഫാഖാണ് വിശ്വാസത്തിലുള്ള നിഫാഖ്. അള്ളാഹുലോ പരലോകത്തിലോ യാതൊരു വിശ്വാസവുമില്ല, റസൂലുള്ളാഹിനോടോ ഈ ദീനിനോടോ യാതൊരു സ്നേഹവുമില്ല. ദുനിയാവിൽ പലതും കിട്ടാൻ വേണ്ടി, മുസ്ലിങ്ങളാണ് ഭരണത്തിൽ, മുസ്ലിങ്ങളുടെ കൂടെ ചേർന്നാൽ പലതും കിട്ടും, അതിനുവേണ്ടി മാത്രം ഇസ്ലാം അഭിനയിച്ച ആളുകളാണ് ഇഅ്തിഖാദിയായ നിഫാഖുള്ള ആളുകൾ. അവരെ കുറിച്ചാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ വലൻ തജിദ ലഹും നസീറ. മുനാഫിഖുകൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്, കാഫിറുകൾക്കും മുശ്രിക്കുകൾക്കും താഴെയാണ്. യഥാർത്ഥത്തിൽ അവർ കാഫിറുകൾ തന്നെയാണ്, അതിനേക്കാളും മോശമാണ്. പക്ഷേ അവർ മുസ്ലിങ്ങളായി അഭിനയിച്ചു, അതുകൊണ്ട് ലാഹിർ മാത്രം പരിഗണിച്ചു മുസ്ലിങ്ങൾ അവരോട് മുസ്ലിങ്ങളായിട്ട് തന്നെ പെരുമാറും. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ, കാരണം ഉള്ളിൽ നമുക്കറിയില്ല. ഇഅ്തിഖാദിയായ വിശ്വാസത്തിൽ നിഫാഖുള്ള ആളുകളെയാണ് അല്ലാഹു നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അമലിൽ വരുന്ന നിഫാഖുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സലാസുൻ മൻ കുന്ന ഫീഹി ആയത്തുൽ മുനാഫിഖ് സലാസ്. മുനാഫിഖിന്റെ ലക്ഷണങ്ങൾ മൂന്നെണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ് വഇദാ വഅദ അഖ്ലഫ് വഇദാ ഉതുമിന ഖാൻ. വേറെ ചില റിവായത്തിൽ 4 വന്നിട്ടുണ്ട്, വേറെ ചിലതിന് 5 വന്നിട്ടുണ്ട്. സംസാരിച്ചാൽ കളവ് പറയുക, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക, വിശ്വസിച്ചാൽ വഞ്ചിക്കുക, തമ്മിൽ തെറ്റിയാൽ ചീത്ത വിളിക്കുക എന്നതിനൊരർത്ഥമുണ്ട്. അതുപോലെ മറ്റൊരർത്ഥം പല ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഇദാ ഖാസമ, പരസ്പരം തർക്കിച്ചാൽ ഫജർ, അവൻ വളരെ വൃത്തികെട്ട മാർഗങ്ങൾ ഉപയോഗിക്കും തർക്കം വിജയിക്കാൻ. അത് മുനാഫിഖിന്റെ സ്വഭാവമാണ്. ഇദാ ഖാസമ ഫജർ, അതാണ് സാധാരണ നമ്മൾ തമ്മിൽ തെറ്റിയ തെറി വിളിക്കുന്ന അർത്ഥം പറയാറുള്ളത്. അങ്ങനെ അർത്ഥം അതിന് യോജിച്ചതാണ്, ശരി. പക്ഷേ ഖാസമ, ഖിസാം, തർക്കിച്ചാൽ ഫജർ, വൃത്തികെട്ട മാർഗങ്ങൾ, ഹക്കില്ലാത്ത മാർഗങ്ങൾ ജയിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. തെറ്റുകഴിഞ്ഞാൽ ആള് പിന്നെ നീതി ന്യായം ഒന്നും ആൾക്ക് ഉണ്ടാവുകയില്ല. മുസ്ലിമിന്റെ സ്വഭാവമല്ല മുനാഫിഖിന്റെ സ്വഭാവം. കാരണം മുസ്ലിം അവന്റെ എതിരാളിയോടും ശത്രുവിനോടൊക്കെ അതിൽ കാണിക്കുന്നവനാണ്, നീതിയോടെ അല്ലാതെ പെരുമാറുകയില്ല. നീതി വിട്ടു പാടില്ല. ഇസ്ലാമിലെല്ലാം നീതിയാണ്. മസ്ജിദുൽ ഹറാമെന്നും തടഞ്ഞ കാഫിറുകളോട് പോലും അല്ലാഹു നീതി കളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാമി അൻ തഅതദൂ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടഞ്ഞ കാഫിറുകൾ, അവർക്ക് എന്താണ് അല്ലാഹു ശിക്ഷ വിധിച്ചിട്ടുള്ളത് അത് കൊടുക്കണം, ശരി. പക്ഷെ എന്ത് കാണിക്കരുത്? അനീതി കാണിക്കാൻ പാടില്ല. ഇസ്ലാം ആദിലാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോ കളവ് പറയുക, ഇതൊക്കെ മുനാഫിഖിന്റെ സ്വഭാവമാണ്. അതിൽ ചിലത് നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളിൽ എന്തുണ്ട്? നിഫാഖുണ്ട്. പക്ഷെ അത് ഇഅ്തിഖാദിയായ നിഫാഖല്ല, അമലിയായ നിഫാഖാണ്. പക്ഷെ നമ്മൾ ഭയപ്പെടണം, അമലിൽ നിഫാഖുണ്ടായി, അമലുകൾ മോശമായി, അത് കൂടി അത് അഖീദയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖുകളുടെ ഈ പറഞ്ഞ ഉള്ളിൽ കാഫിറായ പുറത്ത് ഇസ്ലാം അഭിനയിക്കുന്ന ആളുകളെ കുറിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹുദൈഫയെ എന്ത് വിളിക്കപ്പെടുന്നത്? സാഹിബു സിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മാത്രമല്ല ഫിത്നകളെ കുറിച്ച് മുതഹസ്സിസായിരുന്നു ഹുദൈഫ. മുതഹസ്സിസ് എന്താ? ആ വിഷയം സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച ആളെന്നാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ, كان الناس يسألون رسول الله صلى الله عليه وسلم عن الخير وكنت أسأله عن الشر مخافة أن يدركني. ജനങ്ങളൊക്കെ നബിയോട് ഖൈറിനെ കുറിച്ചാണ് ചോദിച്ചിരുന്നത്, ഞാൻ ഷർറിനെ കുറിച്ചാണ് ചോദിച്ചിരുന്നത്. എന്തിനു വേണ്ടി? അത് എന്നെ ബാധിക്കുമോ എന്ന് പേടിച്ചിട്ട്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ഹുദൈഫയോട് പറഞ്ഞത്, ഇന്നക ലജരി ഇന്നക അലൈഹി ലജരി, നീ ഫിത്നയെ കുറിച്ച് നല്ല അറിവുള്ള ആളാണ് എന്ന് ഹുദൈഫയോട് ആര് പറഞ്ഞിട്ടുണ്ട്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഹുദൈഫയോട് ഉമർ വന്ന് ചോദിച്ച ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. റസൂലുള്ള മുനാഫികളുടെ കൂട്ടത്തിൽ എന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില സൂഫിയൊക്കെ ഇങ്ങനത്തെ എല്ലാവരും വിദഅത്തിന്റെ സ്വഭാവം അതാണ്. വ്യക്തമായി ഖുർആനിലും ഹദീസിലും വന്ന പകൽ പോലെ തിളങ്ങുന്ന തെളിവുകൾ ഉണ്ടാവും, അതൊന്നും അവർക്ക് കണ്ടില്ല. എന്തെങ്കിലും വാലുണ്ടാവുമല്ലോ, മുത്തശാബിഹായ കാര്യങ്ങൾ, സംശയത്തിനിടയുള്ള കാര്യങ്ങൾ, മുഹ്കമായ തെളിവ് കൊണ്ടുവച്ചാൽ സംശയം തീരും. പക്ഷേ ഏത് വിദഅത്തിന്റെ കക്ഷികൾക്കും, അത് ഏത് കക്ഷിയായിക്കോട്ടെ, അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അവരുടെ തെളിവ്. അവരുടെ ആപ്പാടെ കിട്ടിയത് ഇതാണ്. സാഹിബ് സിർ റസൂലില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിറിന്റെ ആളാണ്, രഹസ്യം അറിയുന്ന ആളാണ് എന്ന് അറിയപ്പെട്ടത് കൊണ്ട് ഇവർ പറഞ്ഞു, കണ്ടോ ഇസ്ലാമിൽ പല രഹസ്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് ഖുർആൻ കിട്ടൂല, ഹദീസൊന്നും കിട്ടൂല, ആ രഹസ്യം പഠിക്കണോ അങ്ങോട്ടേക്ക് വാ എന്ന് പറയും. അല്ലെങ്കിൽ ഇതുപോലുള്ള സൂഫികളായ വൃത്തികെട്ട ആളുകൾ ഉള്ള സ്ഥലത്തേക്ക് വിളിക്കും. അവർ പറയും ദാലിക്കൽ കിതാബ് പറഞ്ഞ ആ കിതാബിനാണ്, അത് ഇത് കിതാബ്. അവിടെ ദാലിക്കൽ കിതാബ് പറഞ്ഞ ഈ കിതാബ് എന്നർത്ഥം. അതാണ് അവിടുത്തെ ദാലിക്ക എന്ന് പറഞ്ഞ അവിടുത്തെ അർത്ഥം മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു കിതാബ് അക്കിതാബ്, അത് ഇക്കിതാബല്ല, അത് പഠിക്കണമെങ്കിൽ ഇവിടത്തേക്ക് വരണം. അവർ പറയുന്നു നിങ്ങളുടെ ഇത് ചത്ത ഇൽമാണ്, ഹദീസിനെ കുറിച്ചാണ് അവർ പറയുന്നത്. നഊദു ബില്ലാഹ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? നിങ്ങൾ ഹദീസ് ആരെടുത്തുന്ന? ബുഖാരി ജീവിച്ചിട്ടുണ്ടോ? ഇല്ല. ബുഖാരി ആരെടുത്തുനിന്നാണ് പഠിച്ചത്? യഹ്യ ഇബ്നു ബുഖൈർ. ബുഖാരിയുടെ ഉസ്താദാണ്. ജീവിച്ചിട്ടുണ്ടോ? ഇല്ല, മരിച്ചു. അദ്ദേഹം ആയിരുന്നാണ്, ഒക്കെ മരിച്ചു പോയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം. നിങ്ങളുടെ എന്താണ്? ചത്ത ഇൽമാണ്, ഹദീസിനെ കുറിച്ചുള്ള അവരുടെ വാക്കാണ്, സൂഫിയാക്കളുടെ വാക്കാണ്. എന്നാലോ നമ്മുടെ ഇൽമോ, നമ്മുടെ ഇൽമ ഹയ്യുൽ ഖയ്യൂമുമായ അല്ലാഹുവിൽ നിന്ന് നേരിട്ടെടുത്ത ഇൽമാണ്. അവർക്ക് ഇൽഹാമ് കിട്ടുന്നു എന്നാണ് സൂഫികളുടെ വിശ്വാസം. ഈ സൂഫിയത്തിനെ സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഖബർ ആരാധകരും, അതിനുവേണ്ടി പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള ആളുകളും, അതിനുവേണ്ടി അവരുടെ എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. എല്ലാം ഊണും ഉറക്കവും ഒക്കെ ഖബറിനുമുള്ള, അല്ലെങ്കിൽ ഖബറിനെ ആശ്രയിച്ചിട്ടിരിക്കുന്നു. അതിന്റെ ആളുകളിൽ ഈ സൂഫിയത്തിന് അവരൊരിക്കലും തള്ളി പറയുകയില്ല. നോക്കിക്കോ, സൂഫി വര്യനായിരുന്നു എന്ന് പുകഴ്ത്തി പറയും മരിച്ചാൽ, സൂഫി വര്യനായിരുന്നു. അതുപോലെ പച്ച കുഫറാണെന്ന് ഉലമാക്കൾ വ്യക്തമാക്കിയിട്ടുള്ള തരീഖത്തിന്റെ ആളുകളൊക്കെ മരിച്ചാൽ പത്രത്തിൽ പ്രത്യേക ന്യൂസ് ഉണ്ടാവും. അപ്പൊ ഇതിനെ കുറച്ചാൾ മുമ്പ് കണ്ട ഒരാൾ മരിച്ചപ്പോ, ഇയാൾ കേരളത്തിലെ തീജാനി തരീഖത്തിന്റെ ആളാണ്. തീജാനി എന്ന് പറഞ്ഞാൽ അത് ശരിയായ കാഫറുകളാണെന്നാണ് ഉലമാക്കൾ സംശയമില്ലാതെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് കാഫറുകളാണ്, ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആചാരങ്ങൾ. ഇതാണ് സൂഫിയ. അവർ പറയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു ഉൾക്കാമുണ്ടതിൽ, പുറമേക്കുള്ളതല്ല. സഹോദരങ്ങൾ ഒരിക്കലുമില്ല. ഈ ദീൻ വാഹിറാണ്, ഈ ദീൻ വളരെ വ്യക്തമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിട്ടേച്ചു പോയത് എങ്ങനത്തെ ദീനാണ്? ലൈലുഹാ കനഹാരിഹാ. റസൂലുള്ളാഹി പറഞ്ഞു ഇതിന്റെ രാത്രി പോലും പകൽ പോലെ പ്രശോഭിതമാണ്. ലാ യസിഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. നശിച്ചവനല്ലാതെ ഈ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഹുദൈഫക്ക് അറിയിച്ചു കൊടുത്ത സിറെന്താ? മുനാഫികളെ കുറിച്ചുള്ള വിവരം. അത് നമുക്ക് നമ്മുടെ ദീനിൽ അത് ആവശ്യമില്ല, അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. നമുക്ക് നമ്മുടെ ദീനിൽ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഖിയാമത്ത് നാൾ വരെ ഇൻഷാ അല്ലാഹ് ഇവിടെ നിലനിൽക്കും എന്നാണ്. ആ ഹുദൈഫയാണ് ഈ ഹദീസ്. ഹുദൈഫയുടേതാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദർസിൽ പറയാം. അല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.